ക്രിസ്മസ് പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻസ് CEO ഷുഹൈബ് ക്രൈംബ്രാഞ്ച് മുന്നിൽ ഹാജരായില്ല. ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ കോടതി 26ലേക്ക് മാറ്റി. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, ക്രിസ്മസ് പരീക്ഷാ പേപ്പർ ചോർച്ച, അതിൽ MS സൊല്യൂഷൻസിന്റെ CEO ഷുഹൈബ് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായില്ല. ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ കോടതി 26ലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങൾ. ഇന്ന് 11 മണിക്കായിരുന്നു ഈ ഷുഹൈബിനോട് MS സൊല്യൂഷൻ CEO ആയിട്ടുള്ള ഷുഹൈബിനോട് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയിരുന്നത്. എന്നാൽ ഈ ഷുഹൈബ് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായിട്ടില്ല എന്നതാണ്. ഈ ഷുഹൈബ് ഇപ്പോൾ ഒളിവിലാണ് എന്ന വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഷുഹൈബിന് ഒളിവിൽ പോകാനുള്ള എല്ലാ സമയവും അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകി എന്ന് വേണം പറയാൻ. കാരണം ഇത്രയും ദിവസം ഷുഹൈബ് ഈ കൊടുവള്ളിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷവും ആരോപണം തന്നിലേക്ക് വരുന്ന സമയത്ത് പോലും ഇവർ യൂട്യൂബ് വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ ഒടുവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നു എന്ന സമയം എത്തിയപ്പോഴാണ് ഈ ഷുഹൈബ് കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ആ ജാമ്യാപേക്ഷയുടെ വാദം ഈ മാസം 26ലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതോടുകൂടിയാണ് ഷുഹൈബ് ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നത്. മാത്രമല്ല, ഒളിവിൽ പോകുന്നതിന് കുറച്ചു ദിവസം മുൻപ് തന്നെ താൻ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയിട്ടില്ല, മറ്റ് ആരൊക്കെയാണ് ഇതിന് പിന്നിൽ എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ഷുഹൈബ് വീഡിയോ ചെയ്തിരുന്നത്. ആ സമയവും ഷുഹൈബിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിയുമായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ആ ഒരു നീക്കം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഏറ്റവും ഒടുവിലാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് പറഞ്ഞുകൊണ്ട് MS സൊല്യൂഷൻ CEO ആയിട്ടുള്ള ഷുഹൈബിന് ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഷുഹൈബ് ഹാജരായില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കേസും ഈ ഷുഹൈബിന്റെ പിന്നിൽ ഈ കൊടുവള്ളിയിലെ തന്നെ CPM-ലെ മുതിർന്ന നേതാക്കളുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ അവിടെ നിന്നൊക്കെ ഉയരുന്ന ആരോപണം. ഇവരുടെ പിന്തുണയോടുകൂടിയാണ് ഷുഹൈബ് ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നത് എന്നതാണ്. ഷുഹൈബിന്റെ അടിവേർ അന്വേഷിച്ചു പോകുമ്പോൾ ഇത്തരത്തിൽ സമൂഹത്തിലെ ഉന്നതരുമായി കൃത്യമായ ബന്ധം പുലർത്തുന്ന ആളാണ് ഷുഹൈബ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഒളിവിൽ പോയ ഷുഹൈബിനെ കണ്ടെത്തുക അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു വെല്ലുവിളിയാകും എന്നും ചിലർ പറയുന്നുണ്ട്. എന്തായാലും ഷുഹൈബിനോട് ഇന്ന് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകാനായിരുന്നു പറഞ്ഞിരുന്നത്. 11 മണിക്കായിരുന്നു ഹാജരാകാൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഇത്ര സമയമായിട്ട് പോലും ഷുഹൈബ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായിട്ടില്ല. ഇനി നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത നീക്കം ഷുഹൈബിനായിട്ടുള്ള ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുക എന്നതാണ്. അതായിരിക്കും ഇനി അടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നടപടി.